നാട്ടിൽ നിന്ന് പ്രവീണേട്ടനും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു. പ്രയാഗ്രാജിൽ പോകണം, പിതൃക്കൾക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യണം. കാലത്ത് 5 മണി, ചായ കുടിച്ച് രഥവും കാത്തിരിപ്പാണ്. വരേണ്ട താമസം എല്ലാവരും കയറി പോട്ടെ വണ്ടിന്ന്. രാവിലെ തന്നെ നമ്മുടെ അയ്യപ്പന്റെ സോങ്, പക്ഷെ തെലുങ്കിലാണെന്ന് മാത്രം. വണ്ടി കയറിയപ്പോഴേക്കും കുഞ്ഞുട്ടനും മീനാക്ഷി ഉറങ്ങി. ഇടയ്ക്കൊന്ന് വണ്ടി നിർത്തി ബയ്യ ആദ്യോഗിക്ക് ഒരു മാല അണിയിച്ചു. മുന്നോട്ട്. ഞായറാഴ്ച ആയതുകൊണ്ടാവാം റോഡുകളിൽ തിരക്ക് പൊതുവെ കുറവായിരുന്നു. സൂര്യോദയം കാത്തിരുന്ന് എന്നെ വിഷമിപ്പിക്കാതെ വേറെ മൂഡിൽ സൂര്യദേവൻ ദർശനം നൽകി. വാഹനത്തിൽ ഇന്ധനം ഇല്ലാത്തതിനാൽ കുറച്ച് ഇന്ധനം നിറച്ച് ടയറിലെല്ലാം മേയറും ഫില്ല് ചെയ്ത് മുന്നോട്ട്. കുമ്പിൻ്റെ ഓർമ്മകൾ ആലോചിച്ച് കണ്ണടച്ചത് ഓർമ്മയുണ്ട്. കണ്ണ് തുറന്നപ്പോഴേ കുമ്പ് നഗരം. ഇവിടെയാണ് മഹാ കുമ്പ് നടന്നത്. കുമ്പ് ശരിക്കും മിസ് ചെയ്തു. വെള്ളം കൂടുതലായതിനാൽ ത്രിവേണി സംഘം ഏതാണെന്ന് പോലും അറിയണില്ല. സംഘത്തിൽ കുളിക്കണമെങ്കിൽ ബോട്ടിൽ പോകണമെന്നൊക്കെ. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്നായി. എല്ലാവരും കയറിയിരുന്നു. പതുക്കെ ബോട്ട് എടുത്ത് ത്രിവേണി സംഘത്തിലേക്ക്. കുമ്പിൽ കുളിച്ച ഒരു സ്ഥലം തന്നെയാണ്. ഇപ്പം നല്ല വെള്ളമാണെന്ന് മാത്രം. ചേട്ടൻ കുളിച്ചു. കിട്ടിയ ഗ്യാപ്പ് നോക്കി ഞാനും ഒന്ന് മുങ്ങി. ത്രിവേണി സംഘത്തിലെ സ്നാനം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. തണുപ്പിൻ്റെ വരവറിയിക്കുന്ന ദേശാടനക്കാരനാണ് സൈബീരിയൻ ക്രെയിൻസ്. അവർ വന്നു തുടങ്ങി. അതിനർത്ഥം തണുപ്പ് വന്നു തുടങ്ങി. എല്ലാം പെട്ടെന്ന് തീർത്ത് ഞങ്ങൾ നേരെ തിരിച്ച് കരയിലേക്ക്. ജയ് ശ്രീറാം, ജയ് ശ്രീകൃഷ്ണ, ഹര ഹർ മഹാദേവ.